അമ്മായിന്റെ അടുത്തേക്ക് പോവാണ്. എങ്ങോട്ടാ പോണേ? അമ്മായിന്റെ വീട്ടിൽ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാണ് നമ്മള് കുട്ടി. ഹായ് പറ. എങ്ങോട്ടാ പോണേ? ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മള് ഇമ്മച്ചിന്റെ അമ്മായിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ ഇന്ന് കൊറേ അമ്മായിന്റെ, ഇത് വേറെ അമ്മായിയാണ്. ഇതാണ് നമ്മള് കൊറേ അമ്മായി ഉണ്ട്, അതിലൊരു അമ്മായിയാണ്. ആരൊക്കെ ഉണ്ട്? ആരൊക്കെ പോണേ? ദീദിണ്ട്, മാമുണ്ട്, പൊന്നുണ്ട്, ഇലുണ്ട്, മാമുണ്ട്, പൊന്നുണ്ട്, ഉമ്മച്ചുണ്ട്, ഓക്കേ പറയ്. ആ താത്തന്റെ വീട്ടിക്ക് പോവാണല്ലോ. എങ്ങോട്ടാ പോണേ? അമ്മായിന്റെ വീട്ടിൽ പോവാണ്. അമ്മായിന്റെ വീട്ടിൽ പോവാ. ഉമ്മാന്റെ നാത്തൂന്, ഞങ്ങൾക്ക് അമ്മായി. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നേരത്തെ ജിലും പൊന്നും പറഞ്ഞ പോലെ നമ്മൾ ഉമ്മൻ്റെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ പോവാണ്. ഞങ്ങൾ കുറേ നേരമായി ഇറങ്ങാൻ വിചാരിക്കുന്നു. പക്ഷേ ലേറ്റായി ഇറങ്ങിയപ്പം ഇപ്പോൾ ഏകദേശം 6 മണി ആയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് പോകാൻ തന്നെ തോന്നില്ല. കാരണം ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ. പിന്നെ ഓല് മാറി മാറി ഫോൺ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അത് ചേച്ചി, ഞങ്ങൾ നല്ല ഡിമാൻഡുള്ള ആൾക്കാരൊന്നുമല്ല. കാരണം എന്നും ഇതന്നെ പരിപാടി വിചാരിച്ചിട്ടോ, അതുകൊണ്ടാണ് പോകണ്ടായിരുന്നത്. പിന്നെ ഇക്കാനോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഓല് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പം അടുത്തൊന്നും ഇങ്ങോട്ട് വരില്ല, അതും കൂടിയാണ് കേട്ടോ. എന്തിനിപ്പോൾ അങ്ങോട്ട് പോയത്? ഇത് ക്ലിയർ ഇല്ലാത്തത് ഞങ്ങൾ വൈകുന്നേരമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് തീരെ ക്ലിയർ ഇല്ലാത്ത കേട്ടോ. അതാരെ വീടാ? നിങ്ങൾ ഈ സ്ഥലം ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾക്കൊരു മാങ്ങ കിട്ടിട്ടോ, പഴുത്ത മാങ്ങ. ഇനി അതിന് വേണ്ടി കച്ചറ കൂടാണ് ഞങ്ങളെല്ലാവരും കേട്ടോ. നമ്മൾ നാസിർ ഖാൻ്റെ വീഡിയോ സിപ്പപ്പും കടലയും വാങ്ങിയിട്ടുണ്ട്. ഒരവിടെ തിഞ്ഞോടെ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കടയ്ക്ക് കയറിയതാണ്. അപ്പം നമുക്കവിടെ നടന്നെത്തണം. ഇപ്പം ഞങ്ങളുള്ളത് കൈതക്കൽ അങ്ങാടിയിലാണ്. പാൻസോൺ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. ബസ് കാത്തിക്കുകയാണ്. ഇനി ഇവിടുന്ന് ബസ് ഞങ്ങൾ വിചാരിച്ചത് മില്ലുമുക്ക് പോയി ഇറങ്ങുമെന്നാണ്. പക്ഷെ അവർ പറഞ്ഞു പനമരത്ത ബസ് സ്റ്റാൻഡിൽ ഇറക്കുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് വേറെ ബസ് പിടിക്കണം. ഇനി ഇവിടുന്ന് ബസ് കയറണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു ബെൽ ബട്ടണും കൂടി ഉണ്ടാവും, അതും കൊണ്ട് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കാത്തിക്കണം കേട്ടോ. ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ നടക്കാൻ പോവാണ് കേട്ടോ. എന്നിട്ട് നടക്കും, അല്ലെങ്കിൽ ഓട്ടോ വിളിക്കും. അപ്പോൾ അവിടെ മില്ലുമുക്ക് അങ്ങാടിയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് വിചാരിച്ചത്. ഓട്ടോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ വീട്ടിലേക്ക് പോവാം. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കള്ളനും പോലീസും കളിക്കാൻ കേട്ടോ.
എൻ്റെ സൗദത്താത്തൻ്റെ ഇളയ മോനാണ് കേട്ടോ. അല്ല ഇതുവരെ പെട്ടിയില്ല, അപ്പൊ ഒന്ന് എടുക്കട്ടെ രാജാവിനെ. ഓക്കെ, ഇത് നമ്മളെ സൗദമ്മ ഉണ്ടാക്കിയ ചിക്കൻ മന്തിയാണ്. സത്യം പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം അതിലുള്ള മയോണൈസ്, അച്ചാർ ഒക്കെ സൗദമ്മ തന്നെ ഉണ്ടാക്കിയതിന്. ഫുഡെല്ലതും സെറ്റാണ്. പറഞ്ഞോളി. ഹലോ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ മന്തി കേട്ടോ. മന്തി ഉണ്ടാക്കിയ ആളാണിത്. അപ്പോൾ ഇതാ, നീ നമുക്ക് തിന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. 10-40 ആൾക്കാരുണ്ട്. അതൊക്കെ ഇതിൽ കാണും എല്ലാവരും. കുക്കിങ്ങിൽ ഭയങ്കര ഇതാണ് ആള്. ഇതൊക്കെ ഇട്ട് യൂട്യൂബിൽ ഇട്ടാ മതി ഇങ്ങനൊക്കെ. നമ്മളെന്താ ഉണ്ടാക്കണ അത് ഇട്ടാ മതി. നമ്മളെ കാണണമെന്നോ ഒന്നുമില്ല. വർത്താനം പറയണം കേട്ടോ. ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ മന്തി സൂപ്പർ. ഇനി ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങണ മന്തിൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ട്. ഇനി സെറ്റിന് ഇപ്പം ഞങ്ങൾ മന്തി ചിക്കനും റൈസും വെവ്വേറാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുഞ്ഞു മക്കൾക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഓൽക്ക് വിളമ്പാണിത്. തരാം. നമ്മളെ ചിക്കൻ ഇതാ റൈസ് നമ്മൾ ചെമ്പട്ടിയിൽ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾക്ക് കഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളെ സൗദത്താത്തൻ്റെ വകയാണ് ഈ മന്തി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് ടേബിളിന്മേൽ മൂത്തവരെല്ലാവരും ഇരുന്നു. താഴത്തൊരു ഷീറ്റ് വിരിച്ചിട്ട് കുട്ടികളെല്ലാവരും അവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ സ്റ്റെയർ കേസുമ്പോൾ ഞാനും തനു കുഞ്ഞുട്ടി ഫിനും എല്ലാവരും ഞങ്ങൾ സ്റ്റെയർ കേസ് മാറ്റിയിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയാണ് ഉമ്മമാരെല്ലാവരും ഇരുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവരിരുന്നത്.
അപ്പോൾ ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ എല്ലാവരും അവിടെ ആൺകുട്ടികളെല്ലാവരും അവിടെ ഫോൺ കാണുകയാണ്. മറ്റോ അവരുടെ ബെഡിലിരുന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഉമ്മച്ചി, ഉമ്മ, റസീനമ്മായി, സൗദമ്മായി, എൻ്റെ മൂത്തുമാണ്. പിന്നെ മൂത്തുമ്മ ഇരുന്ന് പോലെ എല്ലാവരും ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഫുഡ് കഴിച്ചത് സുജനമ്മായി ഇതിനു മുമ്പ് വന്നെന്ന് അറിയാം. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങളെല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചിന്. നല്ല രസമുണ്ടായിന്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് അവർ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചൊരു വർത്തമാനം പറഞ്ഞ് കിടന്നുറങ്ങി. അപ്പം വ്ളോഗ് ഇത്രേ ഉള്ളൂ. അപ്പം ഷെയർ ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പം തന്നെ ചെയ്യാം. അങ്ങനെ പുതിയൊരു വ്ളോഗായിട്ട് നമ്മൾ വീണ്ടും വരും. പിന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതും കാണണം ചാനലിൽ. അപ്പം അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.